ഹായ്. ദൃശ്യം 2 കുറേ നാളുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന മൂവിയാണ്. ദൃശ്യം 2 കണ്ടതിന് ശേഷം പിന്നെ ഇനിയൊരു ദൃശ്യം 3 ഒന്നും വേണ്ട, ഇത് നല്ലൊരു നന്നായിട്ട് എൻഡ് ചെയ്തു, അത് മതിയെന്നൊക്കെ തോന്നി. പക്ഷേ പിന്നെ ഇത് അനൗൺസ് ചെയ്തതിനൊക്കെ ശേഷം ഓക്കെ എന്തായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നൊക്കെയുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു മനസ്സിൽ. അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ദൃശ്യം ഫ്രാഞ്ചൈസീൻ്റെ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതിൽ ഒരുപാട് നമുക്കിങ്ങനെ എന്താ പറയുക, വിഷ്വലി ഭയങ്കര ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു ഈ ജോർജ് കുട്ടി എന്നുള്ള ക്യാരക്ടറും പുള്ളിയുടെ ഓരോരോ പ്ലാനുകളും പിന്നെ അവരിങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ പുള്ളി എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഇതൊക്കെ എങ്ങനെയാണെന്ന് കാണാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഈ 3 അനൗൺസ് ചെയ്ത് പിന്നെ അതിൻ്റെ ഈ ടീസറും ട്രെയിലറൊക്കെ വന്നപ്പോഴൊക്കെ തന്നെ എനിക്ക് ടീസറും ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങനെ വലിയൊരു ഇതൊന്നും തോന്നിയില്ലെങ്കിലും എനിക്ക് ആ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്നൊരു, അല്ലെങ്കിൽ ദൃശ്യം 2ൻ്റെ ക്ലൈമാക്സൊക്കെ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടാക്കിയൊരു ഇതായിരുന്നു. അത് OTT ആണെങ്കിൽ പോലും ഭയങ്കര ഇതായിരുന്നു. ഈ നമ്മളെ ചെറിയ ഫോണിൽ കണ്ടിട്ട് പോലും അതിൻ്റെ ഒരു സ്കോറും കാര്യങ്ങളും അതിൻ്റെ ഒരു രീതി അവർ മേക്ക് ചെയ്തിരിക്കുന്ന സസ്പെൻസ് അത് കൊണ്ടുവന്ന രീതി, അതൊക്കെ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. അപ്പോൾ അത് ഇതിലും എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പരിധി വരെ എനിക്ക് അതേ ഒരു ഫീല് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോഹൻലാൽ സിനിമ കാണാൻ പോകുന്ന ഒരു നോർമൽ ഒരു പ്രേക്ഷകന് ചിലപ്പോൾ ഇതിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഷോ കണ്ടതൊരു നൈറ്റ് ഒരു 11:30 11:45 ആ ടൈമിലാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് എന്താ പറയുക, ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ അവർക്ക് നന്നായിട്ട് നല്ല സ്കോറും നല്ല ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ബോറടിക്കും ചിലവർക്ക്, ഈ സ്റ്റോറിയുമായിട്ട് കണക്റ്റായി പോകാത്തവർക്ക്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ ഉണ്ടെന്ന കുറേ പേർക്കും പിന്നെ എല്ലാവർക്കും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം സിനിമയുടെ ഒരു പേസ് എന്താണെന്നൊക്കെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഓക്കെ ഇതിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആലോചിച്ച് അല്ലെങ്കിൽ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അടുത്ത എന്താണെന്നൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്ത് കാണും. അല്ലാതെ ഒരു നോർമൽ ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മോഹൻലാൽ പടം കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ഉള്ള അത്ര ഒരു വലിയൊരു ഇതൊന്നും ഇപ്പോൾ അതിനുള്ളിലില്ല. വലിയ മാസ് രംഗങ്ങളോ അല്ലെങ്കിൽ വലിയ സസ്പെൻസ് രംഗങ്ങളോ ഉണ്ട്. സസ്പെൻസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഇതിൻ്റെ ഇൻ്റർവെല്ലിൽ എനിക്ക് ഭയങ്കര ത്രില്ലടിച്ചതായിരുന്നു. എനിക്ക് ഇൻ്റർവെല്ലിൽ ഞാൻ ദൃശ്യം 2ൻ്റെ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു, ഇതൊന്ന് ഞാൻ പറയുന്നില്ല അതൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു വന്നിരുന്നെങ്കിലൊക്കെ ആലോചിച്ചായിരുന്നു. പക്ഷേ ആ സംഭവം ഇതിനകത്ത് ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് എന്താണെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ആ സമയത്ത് ആ ഇൻ്റർവെല്ലിൽ ആ ഒരു സമയം വരുമ്പോഴത്തേക്കും ഭയങ്കര ത്രില്ലായി. ഞാനിപ്പോൾ അടുത്തിന് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഒരു ക്യാരക്ടറുണ്ട്, അതിനെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന രീതിയൊക്കെ കൊള്ളാം. പക്ഷേ അതിന് ശേഷം പിന്നെ കുറേ ക്ലൈമാക്സിന് അടുക്കുന്ന സമയത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നതായി കഴിഞ്ഞാലും അതിൻ്റെ സസ്പെൻസ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതായി കഴിഞ്ഞാലും പിന്നെ ഒരു സംഭവം തന്നെ പലവരുടെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഇങ്ങനെ കാണിക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾക്കിങ്ങനെ നമ്മളത് കുറേ സീക്വൻസ് ഇങ്ങനെ എന്താ പറയുക ഒരുപോലുള്ള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ അവസാനം ഇത് ഒരു ട്വിസ്റ്റായിട്ട് കാണിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ സസ്പെൻസ് എന്നൊക്കെ കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേട്ട് ഇങ്ങനെ വരുമ്പോൾ അത് ഈ ദൃശ്യം 2ൽ അല്ലെങ്കിൽ ദൃശ്യം ഫസ്റ്റിൽ ക്ലൈമാക്സിൽ ആ ഒരു ജോർജ് കുട്ടി നടന്നു വരുമ്പോൾ കിട്ടിയ ആ ഒരു പഞ്ച് ഇതിനകത്ത് എനിക്ക് അത് മിസ്സായി. എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ള കാര്യം, പക്ഷെ അതങ്ങോട്ട് അത്ര എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഹൈ കിട്ടിയില്ല. പക്ഷേ ഒരു നല്ലൊരു ക്ലൈമാക്സ് തന്നെയാണത്. എനിക്ക് ഈ 1ഉം 2ഉം വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റായില്ല. അത് മാത്രമല്ല കുറേ കോമൺ ഓഡിയൻസിന് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ മൂവി കണ്ട് ഇറങ്ങി വന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് പക്ഷേ ഇവർക്ക് ഈ കുറേ സീക്വൻസ് കാണും, എന്താണെന്നൊക്കെ ഇതിലേതാണ് ചെയ്തത്, എന്താണിപ്പോൾ നടന്നത്, ഇതിലെന്താണിപ്പോൾ ക്ലൈമാക്സ്, എന്താണ് പടം തീർന്നു എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്തായി ജോർജ് കുട്ടി അങ്ങനെയൊക്കെ
ഒരു ഡൗട്ടിൽ തന്നെ നിർത്തി. അതുമാത്രമല്ല ഇവർക്ക് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഇതാണ് എന്നൊക്കെ ആലോചിച്ചെടുക്കാനുള്ളൊരു അത്രയും പേഷ്യൻസോടെ ഇരുന്ന് ഇങ്ങനെ അതിനെ വാച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെയുള്ള നൈറ്റ് ഷോയിലൊക്കെ ടൈമിലൊക്കെ. പക്ഷേ ഒരു നീറ്റ് ഒരു ത്രില്ലറാണ്. ഒരു നല്ലൊരു ഫാമിലി മൂവിയാണ്. നമുക്ക് ദൃശ്യത്തിൻ്റെ എനിക്ക് ഒട്ടും ബോറടിച്ചില്ല ഈ സിനിമ. ഒരു തരി പോലും ബോറടിച്ചില്ല. ലേറ്റ് നൈറ്റാണ് കണ്ടതെങ്കിൽ നമുക്കങ്ങനെ ഒരു ക്ഷീണം ഉറക്കം തോന്നും. എനിക്കങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ മൂവിയിൽ കണക്റ്റഡ് ആയിരുന്നു അതിലെ ക്യാരക്ടേഴ്സുമായിട്ട്. നമ്മൾ കുറേ നാൾ ഞാൻ ഈ ദൃശ്യം ഫസ്റ്റായി കാണുന്നത് എൻ്റെ എത്രയോ വർഷം മുമ്പൊക്കെയാണ്. അപ്പോൾ ഞാനതൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ദൃശ്യം ഞാൻ സ്ക്രീനിൽ കണ്ടില്ല. 2 OTT ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ദൃശ്യം ഫസ്റ്റ് 2-ൻ്റെയൊക്കെ കുറച്ച് സീക്വൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം മുതൽ തന്നെ ഞാൻ അതിൽ കണക്റ്റഡാണ്. അതിലെ ക്യാരക്ടേഴ്സുമായിട്ടും അവരിങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്ന രീതികളൊക്കെ അതിൻ്റെ ഒക്കെ കൂടിയിട്ട് ഞാൻ ആ സിനിമയായിട്ട് നല്ല കണക്റ്റഡ് ആയിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായി. പിന്നെ ഈ ക്ലൈമാക്സിലുള്ള ചെറിയൊരു എനിക്കത്ര ഒരു ഇത് മറ്റതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതത്ര എനിക്കങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ ജോർജ് കുട്ടി എന്നുള്ള ക്യാരക്ടറിന് അവസാനം ഇത് സംഭവിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അടുത്ത ഒരു പാർട്ടിൽ ഇനി ഒരു ടൈലൻ്റ് ഇട്ടിട്ടുണ്ട് ദൃശ്യം 4ലേക്ക്. അപ്പോൾ അതിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ആവാൻ സാധ്യതയുണ്ട് ഇയാളുടെ ഇത്. അതിനും ഞാൻ വെയിറ്റ് ചെയ്യണം. നമ്മളെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ആയിട്ട് വന്ന മൂവി ഇങ്ങനെ വന്ന് അത് കുറച്ച് ഡാർക്കായി ഇനി ഇങ്ങോട്ട് അയാളുടെ ഉള്ളിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് കൂടുതൽ പുറത്തേക്ക് വരുവാണ് എന്നൊക്കെ തോന്നുന്നത്. അതൊരു നല്ലൊരു ത്രെഡാണ്. അതിനിപ്പോൾ എങ്ങനെ വർക്ക് ചെയ്തെടുക്കുന്നു എന്നുള്ളതിനാണ്. ബട്ട് ഓക്കെ, ഇങ്ങനെ എനിക്കിഷ്ടമായി. വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു ഇതെന്ന് പറയുമ്പം ലാലേട്ടൻ്റെ ചില ഡയലോഗുകൾ സ്റ്റാർട്ടിങ്ങിൽ തോന്നി. പിന്നെ അതുമായിട്ട് കണക്ട് ആയപ്പോൾ ശേഷം പിന്നെ എനിക്ക് അങ്ങനെ അത് തോന്നിയില്ല. പക്ഷേ പിന്നെ എൻ്റെ ആവാറായപ്പോഴത്തേക്കും ക്ലൈമാക്സിന് അടുക്കുമ്പോഴത്തേക്കും അപ്പോഴും എനിക്ക് ചില സമയങ്ങളിൽ മീന ലാലേട്ടൻ ഒരു ചെറിയൊരു കോമ്പിനേഷൻ സീനിൽ അവരുടെ സംസാരത്തിലൊക്കെ ഒരു നാടകീയത ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ഡയലോഗുകൾ പറയുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ അച്ചടി ഭാഷ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ ഉരുട്ടി ആണ് ലാലേട്ടൻ മെയിനായിട്ടും സംസാരിക്കുന്നത്. അത് എനിക്ക് മാത്രം തോന്നുന്നതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലിങ്ങനെ അവർ പറയുന്നത് തന്നെ അവൻ പോയിട്ടങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ എല്ലാം നമ്മൾ നോർമലി ഇപ്പോൾ പറയുന്ന പോലെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു ഒഴുക്കിൽ വരാതെ എല്ലാം ഇങ്ങനെ നമ്മൾ ഈ നാടകമൊക്കെ കളിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഈ സംസാരിക്കുമല്ലോ, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമല്ലോ, അതുപോലുള്ളൊരു ഇതാണ് എനിക്ക് തോന്നി ചിലതിലൊക്കെ. മേ ബി എൻ്റെ ഒരു ഇതായിരിക്കാം. ഞാനത് ആരും ഇങ്ങനെ പറയണ ഞാൻ കേട്ടില്ല വേറെ റിവ്യൂസിലൊന്നും. പക്ഷേ എനിക്കങ്ങനെ തോന്നി. ഇതിൽ മാത്രമല്ല, ചില മൂവീസിലൊക്കെ എനിക്കങ്ങനെ റീസെൻ്റ്ലി കാണുന്ന കുറച്ച് മോഹൻലാൽ മൂവീസിലൊക്കെ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അത്രയൊക്കെയാണ്. പക്ഷേ നല്ലൊരു ഫാമിലിയായിട്ടൊക്കെ പോയി കണ്ട് ദൃശ്യം അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു ഫാമിലി, അവരുടെ ഒരു എന്താ പറയുക, ലൈഫിൻ്റെ കാര്യങ്ങൾ, അവരുടെ ഈ പ്രശ്നങ്ങൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ കണ്ട് ഒരു നൈസായിട്ട് ത്രില്ലായിട്ട് വരാം. ചിലപ്പോൾ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് എന്താ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഒരു കോമൺ ഓഡിയൻസിന് തോന്നിയേക്കാം. ബട്ട് ചിലപ്പോൾ അടുത്ത പാർട്ടിൽ അത് കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ട് ഒക്കെ വരുമായിരിക്കാം. എന്തായാലും നല്ലൊരു ത്രില്ലർ തന്നെയാണ്. നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റും. സസ്പെൻസൊക്കെ ഉണ്ട്. ഇൻ്റർവെല്ലാണ് എനിക്ക് ക്ലൈമാക്സിനേക്കാളും കുറച്ചുകൂടെ എനിക്കൊരു ഇതായിട്ട് തോന്നിയത്. ബട്ട് നൈസ് വാച്ച്.